പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഇടത് അല്ലെങ്കിൽ വലത് അല്ലെങ്കിൽ വലത് അല്ലെങ്കിൽ ഇടത് അധികാരത്തിൽ വരുന്ന ഒരു രീതിയാണല്ലോ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അതിന് ഇത്തവണ ഒരു മാറ്റം വന്നു. ഇടത് തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു. അത് നമ്മളിപ്പോൾ കണ്ടു. 2016 പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് വന്നു. 2021 പിണറായി വിജയൻ്റെ നേതൃത്വമുള്ള ഒരു ഗവൺമെൻറ് വന്നു. അപ്പോൾ അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഇടത് അധികാരത്തിൽ നിന്ന് പോയാൽ വലത് അല്ലെങ്കിൽ LDF അധികാരത്തിൽ നിന്ന് മാറിയാൽ UDF എന്നുള്ളത് തന്നെയാണ് ഒരു പൊതുധാരണ. ഇപ്പോൾ 2 തവണ LDF അധികാരത്തിൽ വന്നാലും അടുത്ത തവണ ചിലപ്പോൾ UDF അധികാരത്തിൽ വരും എന്നുള്ളതാണല്ലോ ഒരു പൊതുധാരണ. സുഹൃത്തുക്കളെ, എന്നാൽ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചില പുതിയ സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് എന്നാണ് എനിക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് വളരെ ഗൗരവത്തോടുകൂടി പറയാനുള്ളത്. അതിൻ്റെ ഒരു സൂചന നമുക്ക് 2019-21 നമുക്ക് ലഭിച്ചതാണ്. 2019 19 സീറ്റ് നേടിയതിനെ തുടർന്ന് 2021 തങ്ങളായിരിക്കും അധികാരത്തിൽ കയറുക എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനവും ആഭ്യന്തരമന്ത്രി സ്ഥാനവും വരെ വീതിച്ച് മുന്നോട്ട് പോവുകയായിരുന്നല്ലോ കോൺഗ്രസ്, UDFും. എന്നാൽ 2021 എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമ്മൾ കണ്ടു. 99 സീറ്റിൽ CPM വീണ്ടും അധികാരത്തിൽ വന്നു. അത് ചില അസാധാരണ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഞാനും അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. കോവിഡ് വന്നു. കോവിഡ് വന്നപ്പോൾ കിറ്റ് വന്നു. കിറ്റിനോടൊപ്പം പെൻഷൻ വന്നു. ഇതൊക്കെ ഒരു അത്യസാധാരണ സാഹചര്യമായിരുന്നു. അപ്പോൾ അത്യസാധാരണ സാഹചര്യമായതുകൊണ്ട് അസാധാരണമായ ഒരു വിധിന്യായം ഉണ്ടായി, ഒരു ജനവിധി ഉണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടാണ് പിണറായി വിജയൻ വീണ്ടും ഒന്നുകൂടി അധികാരത്തിൽ വന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളിൽ ഒരാളാണ് ഞാൻ. എന്നാൽ 2024 തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിനെ സാധാരണ കോൺഗ്രസ് കാണുന്നത് പോലെ ലാഘവത്തിൽ കാണരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. 2024 തങ്ങൾക്കൊരു വിധി കിട്ടി. ആ വിധി എന്ന് പറയുന്നത് 18 സീറ്റാണ് തങ്ങൾക്കുള്ളത്. അതുകൊണ്ട് അടുത്തത് തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെയൊക്കെ ചില സൂചനകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൻ്റെ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രതിപക്ഷ നേതാവിൻ്റെ സംഘടനാ പാടവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിജയമുണ്ടായത് എന്ന് പറയുന്ന ചില വാട്സാപ്പ് സന്ദേശങ്ങളൊക്കെ പോകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ഞാൻ വരും ദിവസങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും ഒരു കാര്യം എനിക്ക് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിലെ ഈ വൻ വിജയം ലാഘവത്തോടുകൂടി കണ്ട് ചാഞ്ഞിരിക്കാൻ കോൺഗ്രസ്സുകാർ തയ്യാറായാൽ അത് അപകടമായിരിക്കും എന്നാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്. അത് എൻ്റെ ബോധ്യം അല്ലെങ്കിൽ എൻ്റെ കൺവിക്ഷൻ ആണ് എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. ഞാൻ വോട്ടിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ഈ കാര്യം പറയുന്നത്. അവരുടെ UDFും ഇതൊക്കെ കൂടാൻ പോവുകയാണല്ലോ. എൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ ഗൗരവത്തോടുകൂടി കാണുന്നുണ്ടെങ്കിൽ കണ്ടാൽ മതി, എനിക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു, അത്രയേ ഉള്ളൂ. കോൺഗ്രസിൻ്റെ കേരളത്തിലെ ജീർണതയ്ക്കെതിരായിട്ട് നിരന്തരമായി സമരം ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. ഇപ്പോഴും ആ സമരം ഞാൻ തുടരുകയാണ്. കോൺഗ്രസിൻ്റെ ജീർണതയ്ക്കെതിരായിട്ടുള്ള സമരം ഇനിയും തുടരും. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെയും ഒക്കെ തന്നെ ഞാൻ ഇനിയും വിമർശിക്കും. അതൊക്കെ വേറെ കാര്യം. ആ വിമർശനം തുറന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വിധിയെ ലാഘവത്തോടുകൂടി 2019 കണ്ടതുപോലെ ചാഞ്ഞിരിക്കരുത് കോൺഗ്രസ് നേതാക്കന്മാരെ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 2019 നിങ്ങളത് കണ്ടതാണ്. പക്ഷേ അതുപോലത്തെ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി BJPക്കുണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള വളർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അത് 2019 ഉണ്ടായിരുന്നില്ല. 2019 BJPയുടെ വോട്ടിച്ചിരി കൂടിയിരുന്നു. പക്ഷേ കൂടിയെങ്കിലും ഇപ്പോൾ കൂടിയതുപോലെ കൂടിയില്ല. ഇപ്പോൾ ഉണ്ടായതുപോലെ അവർക്കൊരു MPയെ കിട്ടിയില്ല. ഇപ്പോൾ ഉണ്ടായതുപോലെ അവർ CPMൻ്റെ വോട്ട് ബാങ്കിലേക്ക് അവർ കടന്നു കയറിയില്ല. ഇപ്പോൾ ഉണ്ടായതുപോലെ 3-4 ലോക്സഭാ മണ്ഡലങ്ങളിൽ വലിയ നേട്ടം ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന BJPയുടെ ഈ വളർച്ച ഗൗരവത്തോടുകൂടി കോൺഗ്രസ് നേതാക്കന്മാർ വിശകലനം ചെയ്തില്ലെങ്കിൽ അപകടമായിരിക്കും. ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ ധാരണ എന്താ? തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങൾ CPMനെതിരെ വിധി എഴുതും, അതുകൊണ്ട് ഞങ്ങൾക്ക് പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇതല്ലേ കോൺഗ്രസ് നേതാക്കന്മാരുടെ പൊതുവിലുള്ള ധാരണ. 2019 അങ്ങനെയാണ് ഉണ്ടായത്. ഒരു പണിയും കോൺഗ്രസ്സുകാരെടുത്തില്ല.
രണ്ട് തരംഗങ്ങളുണ്ടായി. ഒന്ന് ശബരിമലയുടെ തരംഗവും, രണ്ട് രാഹുൽ ഗാന്ധിയുടെ തരംഗവും. കോൺഗ്രസ്സുകാരൻ ചാഞ്ഞിരുന്ന് കൊടുത്തതേ ഉള്ളൂ, കാറ്റുള്ളപ്പോൾ തൂറ്റി കൊടുത്തതേ ഉള്ളൂ, 19 സീറ്റിലും വിജയിച്ചു. ഇപ്പോൾ 2024 എന്താ സംഭവിച്ചത്? 2024 കോൺഗ്രസ്സുകാർ എന്തെങ്കിലും പണിയെടുത്തോ? നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ? വാട്സാപ്പ് ഗ്രൂപ്പിൽ കൂടെയൊക്കെ പായുന്നുണ്ട് ചില സന്ദേശങ്ങളൊക്കെ, അതൊക്കെ പാഞ്ഞോട്ടെ. അതൊക്കെ പാഞ്ഞു എന്ന് പറയുമ്പോഴും എന്ത് പണിയാണ് കോൺഗ്രസ് നേതാക്കന്മാർ 24 തെരഞ്ഞെടുപ്പിൽ എടുത്തിട്ടുള്ളത്? അവിടെ ഇവിടെയൊക്കെ കുറേ പണിയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ. പക്ഷേ ഇത്രയും വലിയ വിജയമുണ്ടാകാനുള്ള കാരണം എന്താ? അത് കോൺഗ്രസ്സുകാരുടെ സംഘടനാ പാഠവും കൊണ്ടാണോ? കോൺഗ്രസ്സുകാർ പണിയെടുത്തുകൊണ്ടാണോ? ഒന്നുമല്ല. ഹൈബിയുടെ 2,50,000 കോൺഗ്രസ്സുകാർ പണിയെടുത്തിട്ടാണോ? കെ സുധാകരൻ 1,00,000 കൂടുതൽ കോൺഗ്രസ്സുകാർ പണിയെടുത്തിട്ടാണോ? ഒന്നുമല്ല. അത് ഭരണവിരുദ്ധ വികാരം കൊണ്ടാണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം വരും, 2026 വരും. അപ്പോൾ തങ്ങൾക്ക് ജയിക്കാമെന്നും പറഞ്ഞ് കോൺഗ്രസ്സുകാർ ചാഞ്ഞിരുന്നാൽ കളി നടക്കില്ല എന്നാണ് എനിക്ക് അവരോട് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ കാരണം ബി ജെ പിയുടെ വളർച്ചയാണ്. എങ്ങനെയാണ് ബി ജെ പി വളർന്നത്? ബി ജെ പി വളർന്നത് അസംതൃപ്തരായിട്ടുള്ള ഇടതുപക്ഷ അണികൾക്ക് കോൺഗ്രസിലുള്ള വിശ്വാസം പോയി. നേതാക്കന്മാരെ അവർ സാധാരണഗതിയിൽ സി പി എമ്മിനോടുള്ള വിരോധം വരുമ്പം അവർ കോൺഗ്രസിനായിരുന്നു, യു ഡി എഫിനായിരുന്നു വോട്ട് കുത്തിയിരുന്നെങ്കിൽ ഇപ്പോൾ സി പി എമ്മിനോട് വിരോധം വന്നപ്പം അവർ ബി ജെ പിക്ക് കൊണ്ടേ വോട്ട് കൊടുത്തു. അത് ബി ജെ പിക്കാർ വലിയ സംഘടനാ പാഠമുള്ളതുകൊണ്ടൊന്നുമല്ല. ഇപ്പോൾ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ കിടന്ന് വലിയ പണിയെടുത്തിട്ടൊന്നുമല്ല. എനിക്കറിയാം, ഞാൻ ആലപ്പുഴയിൽ മത്സരിച്ചിരുന്നു. എനിക്കറിയാം ശോഭാ സുരേന്ദ്രൻ അവിടെ എന്താ പണിയെടുത്തിട്ടുള്ളത്. ഒരു പണി അവിടെ എടുത്തിട്ടില്ല. സി പി എമ്മിൻ്റെ അസംതൃപ്തി കോൺഗ്രസ്സുകാർക്ക് കൊടുത്തില്ല. കെ സി വേണുഗോപാലിനായിട്ടായിരുന്നു വോട്ടായി മാറേണ്ട. 1,00,000-ലധികം വോട്ട് പിന്നെ ആരിഫിന് കുറഞ്ഞപ്പോൾ അത് ശരിക്കും പിന്നെ കെ സി വേണുഗോപാലിനല്ലേ കിട്ടേണ്ടത് സാധാരണഗതിയിലാണെങ്കിൽ? ഇടതുപക്ഷത്തിൻ്റെ അതൃപ്തി കൊണ്ട് യു ഡി എഫിനല്ലേ വോട്ട് കിട്ടേണ്ടത്? പക്ഷേ 2021 താരതമ്യം ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? കെ സി വേണുഗോപാലിന് 30,000 വോട്ട് കുറഞ്ഞു. വോട്ട് കിട്ടിയത് മുഴുവൻ ശോഭാ സുരേന്ദ്രന്. 2021 2024 ആലപ്പുഴ മണ്ഡലം നമ്മൾ താരതമ്യം ചെയ്താൽ ആരിഫിന് 1,50,000 വോട്ട് കുറഞ്ഞപ്പോൾ ശോഭാ സുരേന്ദ്രൻ 1,82,000 വോട്ട് കൂടി. അവിടെ കെ സി വേണുഗോപാലിനും 90,000 വോട്ട് കുറഞ്ഞു 21 24 ഇടയിൽ. അപ്പോൾ എന്താ സംഭവിച്ചത്? എൽ ഡി എഫിനോടുള്ള അതൃപ്തി പ്രകടിപ്പിക്കാൻ വേണ്ടി അവർ യു ഡി എഫിന് കുത്തുന്നതിന് പകരം എൽ ഡി എഫിൻ്റെ ആളുകൾ, അണികൾ, അനുഭാവികൾ അവർ ബി ജെ പിക്ക് വോട്ട് കുത്തി കോൺഗ്രസ് നേതാക്കന്മാരെ. അതെന്തുകൊണ്ടാണ് കുത്തിയത്? നിങ്ങൾക്ക് കഴിവില്ല, നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല, നിങ്ങളൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് അസംതൃപ്തരായിട്ടുള്ള കോൺഗ്രസിൻ്റെ അണികൾ നിങ്ങൾക്ക് കുത്താതെ ബി ജെ പിക്ക് കൊണ്ട് കൊടുത്തത് എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയണം. അത് ആലപ്പുഴയിൽ കണ്ടു, അത് തിരുവനന്തപുരത്ത് കണ്ടു, അത് ആറ്റിങ്ങലിൽ കണ്ടു, അത് ആലത്തൂരിലും കണ്ടു. എന്തിനു പറയുന്നു? കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ പോലും ബി ജെ പിയുടെ വോട്ട് 6% നിന്ന് 12% വർദ്ധിച്ചു കോൺഗ്രസ്സുകാരാ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിങ്ങനെ ചാഞ്ഞിരുന്നാൽ മതി, ഞങ്ങൾക്ക് ചാഞ്ഞിരുന്നാൽ മതി, ഒന്നും ചെയ്യണ്ട, ജനങ്ങൾ കൊണ്ടുവന്ന് തന്നോളും എന്നും പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് ചാഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചാഞ്ഞിരിപ്പേ അവിടെ നടക്കുകയുള്ളൂ. വോട്ടും കൊണ്ട് ബി ജെ പിക്കാരൻ പോവും. ഇപ്പോൾ 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം ബി ജെ പിക്കാണല്ലോ കോൺഗ്രസ്സുകാരാ. ആ 11 മണ്ഡലങ്ങളും സി പി എമ്മിൻ്റെതായിരുന്നു. അപ്പോൾ സി പി എം ജയിച്ച 11 നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിയാണ് 1ാം സ്ഥാനത്ത് വന്നത്. നിങ്ങളല്ല കോൺഗ്രസ്സുകാരാ, അത് മനസ്സിലാക്ക്. നിങ്ങളല്ല വന്നത് 1ാം സ്ഥാനത്ത്, ബി ജെ പിക്കാരനാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ബി ജെ പിയുടെ ഈ വളർച്ച നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ അപകടത്തിലായി പോവും. ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ നേതാവാണല്ലോ കെ സി വേണുഗോപാൽ. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമൻ. കോൺഗ്രസ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഉപപ്രധാനമന്ത്രി വരെ ആകുമായിരുന്നു. അയാൾക്ക് വെറും 63,000 വോട്ടിന് ഭൂരിപക്ഷം കിട്ടിയുള്ളൂ. IBയുടെ 2,00,000 വോട്ട് കിട്ടിയപ്പോൾ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ അയാൾക്ക് 63-ന്റെ ഭൂരിപക്ഷം. ആർക്ക്? കെ സി വേണുഗോപാലിന്. കെ സുധാകരൻ 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം, രാജ്മോഹൻ ഉണ്ണിത്താൻ 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം, MK രാഘവൻ 1,40,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം, ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ 1,00,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന് 1,31,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമൊക്കെ കിട്ടിയപ്പോൾ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രണ്ടാമനായിട്ടുള്ള കെ സി വേണുഗോപാലിന് കിട്ടിയത് 63,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ചാലക്കുടിയിൽ 2020 1,00,000 വോട്ട് അടിച്ചുകൊണ്ട് പോയിട്ടും കെ സി വേണുഗോപാലിനേക്കാൾ ഭൂരിപക്ഷമുണ്ട് പിന്നെ ബെന്നി ബെഹനാന്. കാണാതിരിക്കരുത്. 2019 അപേക്ഷിച്ച് കെ സി വേണുഗോപാലിന് 30,000 വോട്ട് കുറഞ്ഞു. 2019 ഷാനിമോൾ ഉസ്മാന് കിട്ടിയതിനേക്കാൾ 1,700 വോട്ടിൻ്റെ കുറവാണ് കെ സി വേണുഗോപാലിന് 2024 കിട്ടിയത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സുകാരോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. അവർ ബി ജെ പിയിലേക്ക് പോകുന്നു. ആലപ്പുഴ നമ്മൾ എടുത്തു നോക്ക്. ശ്രീമാൻ രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ പോലും 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത് ബി ജെ പിയാണ്. ചെറിയ ഭൂരിപക്ഷേ ഹരിപ്പാട് പോലും ഉള്ളൂ.
അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ പാഠം പഠിച്ചാൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൊള്ളാം. 18 സീറ്റിൽ ജയിച്ചെങ്കിലും 20-11 മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം കുറഞ്ഞു. 20-11 മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ വോട്ട് വിഹിതം കുറഞ്ഞു. രാഹുൽ ഗാന്ധി മത്സരിച്ച മണ്ഡലത്തിൽ പോലും കോൺഗ്രസിൻ്റെ വോട്ട് ശതമാനം കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് മനസ്സിലാക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാം ബെന്നി ബെഹനാനും രമേശ് ചെന്നിത്തലയും കെ സുധാകരനും വി ഡി സതീശനും ഒക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം. അത് മനസ്സിലാക്കാതെ എട്ടുകാലി മമ്മൂഞ്ഞ് കളിച്ച് നടക്കാനാണ് പോകുന്നതെങ്കിൽ അടുത്ത തവണ അപകടമുണ്ടാകുമെന്നുള്ളത് നേരത്തെ കൂട്ടി നിങ്ങളോട് ഒന്ന് പറഞ്ഞു വെക്കാനാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. ഞാനിത് പറയുന്നത് കണക്കുകൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മേഖലയിൽ ഇപ്പം തന്നെ BJP സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രസൻസാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പം തന്നെ 35 കൗൺസിലർമാരുണ്ട് BJPക്ക്. കോൺഗ്രസിന് വല്ല കുഞ്ഞുണ്ണാമ്പുണ്ടോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ? 9 കൗൺസിലർ 10 കൗൺസിലർ മറ്റാ ഉള്ളത്. എന്ത് ഭണ്ഡാരം അവരിവിടെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് എനിക്കറിയത്തില്ല. കോൺഗ്രസ്സുകാരൻ കേരളത്തിലെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? 35 കൗൺസിലർമാരാണ് BJPക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് 2025 ഓഗസ്റ്റിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അവിടെ BJPക്കാരൻ ഇപ്പം തന്നെ ഉണ്ട്. സിഗ്നിഫിക്കൻറ്റ് പ്രസൻസാണ് അവർ. മറുവശത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതിഭീകരമായിട്ടുള്ള അഴിമതിയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എടുത്ത് നോക്ക്, പച്ചയായിട്ടുള്ള കൊള്ള സംഘമാണ്. ചമ്പൽക്കാട്ടിലെ കൊള്ളക്കാർ പോലും ഈ പറഞ്ഞ പോലെ തൊഴുതു പോകുമെന്നാണ് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ അഴിമതി കൊണ്ട്. അപ്പോൾ സ്വാഭാവികമായി അഴിമതിക്കെതിരെ ജനം പ്രതികരിക്കുമ്പോൾ അതും BJPക്കായിരിക്കും ഗുണം കിട്ടാൻ പോകുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൂടി BJP വലിയ മുന്നേറ്റം നടത്തിയാൽ പിന്നെ കോൺഗ്രസ്സുകാർ ഗോപി വരച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാൽ മതി. അതുകൊണ്ട് കോൺഗ്രസ്സുകാരെ മനസ്സിലാക്കിക്കൊള്ളണം. അതുപോലെ തന്നെ ഈ ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കാര്യം കൂടെ ഞാൻ പറയുകയാണ്. ശ്രീമാൻ PK കുഞ്ഞാലിക്കുട്ടി ഈ പറയുന്ന ദല്ലാൾപ്പണി ഉണ്ടല്ലോ, ഈ പിണറായി വിജയന് വേണ്ടി ചെയ്യുന്ന ദല്ലാൾപ്പണി, ആ ദല്ലാൾപ്പണി കുഞ്ഞാലിക്കുട്ടിയെ അവസാനിപ്പിച്ചോളണം. പച്ചയായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിൽ വട്ടപൂജ്യമായി പോവും. 3 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ET മുഹമ്മദ് ബഷീറിനും 2.5 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇയാൾക്കും കിട്ടി. ആർക്ക്? അബ്ദുൽ സമദ് സമദാനിക്കും. അത് കിട്ടിയത് പിണറായി വിജയനെതിരായിട്ടുള്ള വോട്ടാണെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും മനസ്സിലാക്കിക്കൊള്ളണം. ഈ PK കുഞ്ഞാലിക്കുട്ടി ഈ പിണറായി വിജയന് വേണ്ടി UDFൽ നിന്ന് ചെയ്യുന്ന ഈ കങ്കാണിപ്പണി കുഞ്ഞാലിക്കുട്ടിയെ അവസാനിപ്പിച്ചുകൊണ്ട് പച്ചയായ രാഷ്ട്രീയം കളിക്കാനിറങ്ങിയാൽ അടുത്ത തവണ നിങ്ങൾക്ക് കൊള്ളാം. അതല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥിതി പരമദയനീയമായിരിക്കുമെന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിച്ചിട്ടുള്ളത്.